എല്ലാവർക്കും വീട്ടോക്സിലോട്ട് സ്വാഗതം. നമ്മുടെ പുതിയൊരു ചാലഞ്ച് വീഡിയോയിലോട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ചാലഞ്ച് വീഡിയോയില് പഴയ ആങ്കറിനെ വിളിച്ചോണ്ടോ അല്ലെ ഞാൻ ഏതെയും മനുഷ്യൻ ആരും ബാക്കിലേക്ക് നോക്കണ്ട. हिंदी में पढ़ा हिंदी में पढ़ा हाय दोस्तों हमारा YouTube चैनल में न्यू चैलेंज है अगर ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുന്നത് കൊമ്പനുണ്ട്, എഡ്വിൻ ഉണ്ട്, കള്ളനുണ്ട്. ഗൈസ് ഒക്കെ 3 പേരാണ്. അപ്പൊ ഇഞ്ചോടിഞ്ച് പോരാടാൻ വേണ്ടി പോകുന്നത്. എന്താ ഹൈറ്റ് കൂടുതലാണോ? ഇവൻ ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. കുഞ്ഞിരടാ അങ്ങനെ. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഗൈസ് സിംഗിൾ കളർ ഫുഡ് ചാലഞ്ച് ആണ്. അതായത് ഒരു കളറുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും നമ്മളിവിടെ വെക്കുന്നത്. അതിൽ 2 നല്ലതും 1 തിന്നാൻ പറ്റാത്ത പോലെ ഞാൻ ഒരു കളർ ചൂസ് ചെയ്യും. ഓക്കെ, ആ ഒരു കളറിലുള്ള 3 ഫുഡ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അപ്പോ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് കളറാണ്. അപ്പൊ വൈറ്റ് കളറിലുള്ള 3 ഫുഡ് നിങ്ങൾ ഫ്രണ്ടിൽ വരില്ല. ആദ്യം മറ്റേ നറുക്കെടുക്കാനുള്ള സാധനം വരും. അത് നിങ്ങൾ നറുക്കെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് നല്ലത് കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലത് കഴിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ പെടും. അപ്പൊ നമുക്ക് വെറുതെ ഇങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ ചുമ്മാ എടുത്താൽ മതി. ചാലഞ്ച് ഒന്നും ഇല്ലേന്നോ? ആ ചീത്ത സാധനം തിന്നലാണ് ചാലഞ്ച്. ഇപ്പൊ മനസ്സിലായോ? അവിടെ എന്തോ പൊക്കിക്കൊണ്ട് പോകുന്നു. കുറച്ച് ഇടങ്ങേറ് പിടിച്ച സാധനം ഉണ്ട്. സത്യം പറഞ്ഞ ഇടങ്ങേറ് ഫുള്ള് എനിക്ക് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ കളർ അറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞത് വൈറ്റ് ആണ്. 3 പേപ്പറിൽ 3 ഫുഡ് ഐറ്റം ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇടാൻ വേണ്ടി പോണേ. അപ്പൊ എടുക്കാൻ അറിയാലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നിന്നോ അടി കൂടല്ലേ? ഒരാൾ ഒന്ന് കൊറേ അങ്ങോട്ട് ഓരോരുത്തരായിട്ട് ആദ്യ കള്ളം തുറക്കാം. വാനില. ഓ, വാനില ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം ആണ് എന്റെ മോനെ. ഞാൻ തുറന്നോ. വായിക്ക് എന്താ ഗൈസ്, അപ്പൊ വെളുത്തുള്ളിയാണ് കിട്ടിയിട്ടുള്ളത്. എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ചലഞ്ചടിക്കാൻ വന്നാലും ഇതവസ്ഥ. വെള്ളയല്ലേ? അതെ മിൽക്കാണ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് പാല്. അതെ, പച്ചപ്പാലാണ് കുടിക്കണേ. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും സാധനങ്ങൾ കൊണ്ടുവരാം. ഫുഡ് ഐറ്റംസ് ഞാൻ കുടിക്കണ. അല്ലാണ്ട് പിന്നെ ആ ചെറിയ ഗ്ലാസ്. ഇതെന്താ 2 നമുക്കൊക്കെ മറ്റേ കള്ളന്ന് ചലഞ്ച് വന്നാ വലുത്. പലപ്പോഴും വന്ന് ചലഞ്ചിട്ട് ഇരിക്കും ചെയ്യാൻ. അതാണ് ഒരുത്തനോട് വെളുത്തുള്ളി പുള്ളു കുടിക്കണോ? ഇല്ല, വേണ്ട, അത് നിങ്ങളെ കുടിക്കും. അല്ല, വക്രി പറഞ്ഞ ഞാൻ കേൾക്കും. അതിനാണ് ഇത് പുള്ളു തിണ്ടുവരും. ഒരു ചിപ്പിന്റെ പകുതി എന്നെ അങ്ങ് തല്ലിക്കൊള്ളി കുടിക്കണം ഫുള്ള് തിന്നണം. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് കൊമ്പന്റെ അവിടെ നിന്ന് തുടങ്ങാം. നല്ല അടിപൊളി തണുത്ത പാല്, പാക്കറ്റ് പാൽ ഉയിര് ഇളക്കി വിട്ടു കൊടുക്കണേ. കണ്ണ് കാണാൻ പറ്റില്ല. കണ്ണ് കേട്ട് അതിന് മാത്രമൊന്നുമില്ല. നല്ല പാലാണ്. അപ്പഴ പാല് നല്ലതാ. പച്ച ചിക്കൻ എന്നെ കൊണ്ട് തിരിച്ചു. അപ്പഴേ ഈ പാല് കൊമ്പാച്ചന് മതിയം തോന്നുന്നു. അയ്യോ, കൊമ്പാച്ച പുള്ളു കൂടി കുടിച്ചത് ഇതെന്തായാലും പുള്ള എന്നെ തീറ്റിക്കും. ഇത്രയെങ്കിലും കുടി. പകുതി കുടി. അവ അത്രയും നിന്ന് അപ്പഴത്തേക്ക് നീ പകുതി ആക്കിട്ട് ഇത്ര നിന്നാ മതി. ഇപ്പൊ എന്തിനാ ഒരെണ്ണം തിന്നു. ബാക്കി ഇറക്കി വിടോ. അത് ചവച്ചിട്ട് ഇങ്ങനെ നാഗി കാണണം നമുക്ക്. കടിക്ക് ഞാൻ ഇങ്ങനെ ഇന്ന് ചത്തുപോയത് പറയല്ലോ. കുഴപ്പമില്ല. എന്നിട്ട് അഭിനയം കണ്ടത് ഇങ്ങനെ കണ്ടറച്ച് ചവച്ച് ഞാൻ കുറച്ച് ഐസ്ക്രീം തരാം അവസാനം. കിട്ടാത്ത ചാൻസ് ആണ്. ഐസ്ക്രീം വേണ്ട. എന്തൊരു നാട്ടോടാ. അല്ല, നീ നിന്നോ.
നിനക്ക് വേണോ? അല്ല ഇതവര് വാരി വെച്ചു. ആ, ഓ, അങ്ങനെ. അയ്യോ ഞാൻ ഭയങ്കര പാടാ. ആണോ? വലിയ പടമൊന്നുമില്ല. ഒന്നുകൂടെ തിന്നാ, ഒന്നുകൂടെ. നല്ല ഫ്രഷ് ആണല്ലോ അത്. ഒന്നുകിൽ രണ്ടെണ്ണം തിന്നാ അല്ലെങ്കിൽ വലുത് തീർന്നായിട്ട് തിന്നു. രണ്ടെണ്ണം തിന്നുന്ന ഒരു വലുത്, രണ്ടെണ്ണം തിന്നുന്ന ഒരു വലുത്. ബിൽഡിംഗ് എവിടെയായിരുന്നു? അതെ നീ അത് അങ്ങനെ അഭിനയിച്ചത് നമ്മൾ സമ്മതിക്കത്തില്ല. അത് വിഴുങ്ങി വിട്ടിട്ട് ചാക്കി കാണൂല. അയ്യോ അയ്യോ ഐസ്ക്രീം വേണോ? പിന്നെ അല്ലെങ്കിൽ നീ കേട്ടോ. ശരിക്കാണോ? എടാ ആദ്യത്തെ റൗണ്ട് തന്നെ ഛർദിച്ച്, ഇനി എത്ര റൗണ്ട് കിടക്കുന്നുണ്ട്? ഛർദിക്കാൻ കുറച്ച് ബാക്കി വെക്കണേ. ചാലഞ്ച് ഇല്ലേ ജാബി ചേട്ടാ? ചാലഞ്ച് ഇല്ലേ? തിന്നാ മാത്രമേ ചലഞ്ചില്ലേ? ഇപ്പൊ ഉണ്ട്. ഇപ്പൊ കള്ളന്റെ ടാസ്ക് എന്ന് വെച്ചാൽ ഇത് മൊത്തം കുടിച്ച് തീർക്കണം, തിന്ന് തീർക്കണം. ഞാൻ അടുത്ത ചലഞ്ചിൽ നിൽക്കണ്ടേ? കഷ്ടപ്പാടാ ഇതാ, എനിക്ക് കഷ്ടപ്പാട്. ആണല്ലേ? നമ്മളെ പിടിച്ചൊന്നും പറ്റിട്ടില്ലല്ലോ കുടി. ഓ പക്ക വാനില 100% ആവുന്നുണ്ടല്ലേ? ശരിയാണ്, വലിയ കുണം ഉണ്ടാവില്ല. അത് മറ്റേ സ്മൂത്തിയാ. പിന്നെ വലിയ മെച്ചമില്ലടാ അത്. അതെ കിട്ടും. എന്നാ കൊടുക്കണ്ട അവർക്ക് അങ്ങനെയൊക്കെ തോന്നും. കൊടുക്കണ്ട കേട്ടോ. സ്മൂത്തി അല്ലെങ്കിൽ തരൂല കൊടുക്കൂല. ഇപ്പൊ കുടിക്കണ്ട, പിന്നെ കുടിച്ചാൽ നീ പയ്യെ കുടിച്ചാൽ മതി. ഇപ്പൊ ഫുള്ളായിട്ട് തിന്നു കഴിഞ്ഞാൽ അത് സീനാണ്. ഒരു കുഴപ്പമില്ല, ആ. ഒരു കുഴപ്പമില്ല. മാറ്റി വെച്ചേക്ക്. മുടിഞ്ഞു പോണതേ കൊണ്ട് രാഗുന്ന ഐസ്ക്രീം തിന്നവരൊക്കെ ഭണ്ടാറടങ്ങി പോട്ടെ. ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത റൗണ്ട് ആയ റെഡ് കളറിലോട്ട് പോകാം. ഗൈസ് എല്ലാരും ഓരോന്ന് എടുക്കാവുള്ളൂ കേട്ടോ. അവിടെയല്ല ഓരോന്നോ കള്ളമണി വേണ്ടി ആദ്യം കൊമ്പൻ തുറക്കാം. കൊമ്പൻ കൊടുത്തവരൊക്കെ കൊമ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയവരൊക്കെ പെട്ടിട്ടുള്ളൂ. സാനന്താ ഉറക്കം വായിച്ചോ? അയ്യോ മാറിപ്പോയായിരുന്നു. ഉറക്കം വായിച്ചോ? റെഡ് ചില്ലി. അപ്പൊ രണ്ടെണ്ണം പൊട്ട കിട്ടുവാ. എന്തിനാ എനിക്ക് ഒരെണ്ണം കേക്ക് റെഡ് വെച്ചിട്ട് കേക്ക്. ആ റെഡ് വെൽവെറ്റ്. അയ്യോ മോനെ ഇതിനാണ് ഭാഗ്യം കയ്യിൽ വന്നിട്ട് പോവാന്ന് പറയില്ല. അത് ഇതാണ് കൊമ്പ. ബായി കഴിഞ്ഞിട്ട് പോവാന്നല്ല കൊടുത്തെന്ന് പറ. ഇന്ന് എന്റെ ലോട്ടറി വിൽക്കാൻ വല്ല പോ. ഗൈസ് അപ്പൊ നമ്മുടെ റെഡ് കളറിലെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. കള്ളന്റെ ആപ്പിൾ, എഡ്വിന്റെ ഇതെന്താ? അയ്യോ നല്ല അടിപൊളി, നല്ല കാശ്മീരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ആപ്പിളാണ്. അല്ല ഞാൻ ഇവിടെ കാശ്മീർ കടന്റെ പേരാ. തിന്ന് ഇതിന്റെ ഇത്ര ഇല്ലല്ലോ. എടാ എന്തായാലും കൊമ്മല് അല്ല, എപ്പോഴും പണി വളർന്ന നിനക്കാണല്ലോ ഇപ്രാവശ്യം ഇങ്ങനെ കേക്ക് കിട്ടിയത്. അത് ഞാൻ ആലോചിക്കുന്നത്. അവൻ ആദ്യം ചാടി. ഇനി കേക്കിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇവ നമ്മുടെ വാസ്കോടെ എന്തോ സാധനം കൊണ്ടുവന്നു. ആദ്യം കിട്ടൂല, പിന്നെ ഫുള്ള് നല്ല കിട്ടും അല്ലേ? കേക്കിന്റെ ലെയറിന്റെ അടിയിൽ കോൾഗേറ്റ് അത്ര. അൺബോക്സിംഗ് കേക്ക്. തൊട്ടുപോയത് കേക്കില് അതുകൊണ്ട് നക്കിക്കാം. ചില്ലിയാ കൂട്ടി തിന്നടാ. നക്കി ഉടനെ പഴയ തോന്നുന്നുണ്ട്. ഇതെന്താ മുളക് പൊടിയോ? താഴെ പോയതാ. നിനക്ക് ആവണായിട്ട് തിന്നത്. അതെന്ത്? ഇതെന്താ ഈ കൈ ഇവിടെ വെച്ചിട്ടുണ്ട്? അയ്യോ ഇവിടുന്ന് താഴെ പോയടാ. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. ഞാൻ അങ്ങോട്ട് നോക്കില്ല, വായം പൊളിച്ചിരുന്നു അങ്ങനെ. ഭയങ്കര ടേസ്റ്റ് ആണോ? ആ എന്നാ ഇന്നെ പറയണേന് നമ്മള് പറഞ്ഞു തിന്നോളൂടാ. നമ്മള് പറഞ്ഞതുള്ളൂ. മുഖത്തൊക്കെ തിന്നറിയാ. എന്റെ അമ്മു കുറച്ച് തട്ടിട്ട നിലത്ത് വീഴും. തട്ടി അയ്യോ റെഡ് ചില്ലിയാണ് ഫ്രഷ്. അതെ എനിക്കൊരു കുപ്പി വെള്ളം എടുത്ത് തരാമോ? പിന്നെ ഞാൻ പിന്നെ എനിക്ക് പിരിച്ചു. ബാക്കി തിന്നോ? എല്ലാ ചാലഞ്ചിലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന കൊമ്പൻ ഇപ്രാവശ്യം മുട്ട കുത്തോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കൊമ്പന്റെ വില കളയരുത്. കൊമ്പന്റെ വില കളയരുത്. നീ നേരത്തെ വെളുത്തുള്ളി തിന്നാൻ നേരം എന്തൊരു അയ്യോ അഭിനയം. അല്ല ബാക്കി കൂടെ തിന്നാ അത് മാത്രം. ഇതെന്താ ഇതിൽ കുരുവൊന്നും ഇല്ല. വിഴുങ്ങരുത്. ഇപ്പം 2-3 ചവചവനത്തിന്റെ വിരിങ്ങാവുള്ളു. എടാ ഈ മുളകിൽ കുരുവൊന്നുമില്ലേ? തിന്നട്ടെ. കുരുല്ലാത്ത മുളകാ, തോല് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. ചെറുതോക്കി എടുത്തതാ. ഉണ്ട്, അതില് കുരുണ്ട്. കുരുണ്ട്. ഇനി അത് തിരിച്ചിറക്ക്. അല്ലല്ല ബാക്കി
Guys, ആ മുളകിന്റെ കുരു മൊത്തം വയനാട് ഈ മുളക് തിന്നാണ് നമ്മൾ അടുത്ത റൗണ്ടിൽ തിന്നിട്ട് പോയാ മതി. ഇതൂടെ തിന്ന വെള്ളം അൺലോക്ക് ആവും. പിന്നെ കുടിക്കണമെങ്കിൽ വേറെ തിന്നണം. ഇയാള് കടിക്കും. വെള്ളം കൊട്. ഇതെന്തിനാ ഐസ്ക്രീം ഒക്കെ? ശരിക്കടാ, ഒരു പകുതി മുളക് നേരെ 2 സ്പൂൺ ഐസ്ക്രീം തിന്നത് വേറെ ചോദിക്കടാ. ചോദിക്കണം, നിന്നോട് വെളുത്തുള്ളി ഇരിച്ചില്ലേ? ഇല്ല, ചോദിക്കൂല. നീ ചോദിച്ചില്ലേ അടുത്ത കളി അവൻ നിന്നെ ചോദിക്കും. എന്റെ കേക്ക് ഇടോ മനുഷ്യ, അത് തിന്നോ? ഞാൻ ബാക്കി വെക്കണ്ടായിരുന്നു. കള്ളക്കളി കളിക്കാൻ വേണ്ടിട്ട് ജയിച്ചവനാണ് ഈ പണ്ടാരക്കാരൻ. Okay, let's go for next round. ഇതൊക്കെ ചെറുതിന് വലിയ സാധനങ്ങൾ വരുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഡൗൺ ആയല്ലോ. അതും എല്ലാ ചാലഞ്ചിലും അടിപൊളിയായിട്ട് കള്ളക്കളി കളിക്കുന്ന കൊമ്പൻ. ഗൈസ്, അപ്പൊ വയലറ്റ് കളറുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. നീ എടുത്താ എന്നാ പിടിച്ച ഇത് കൊമ്പൻ ആദ്യം എടുത്തോട്ടെ. കൊമ്പൻ എടുത്തോട്ടെ. ചോദിച്ചെടുത്താണ്. കള്ള തുറക്കണം. ഗൈസ്, വയലറ്റിൽ വെച്ച് യോഗട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കൊമ്പ തുറക്ക്. ഞാൻ മൂഞ്ചി. എന്താ കിട്ടിയ പറ. മിൽക്ക ഗൈസ്, അപ്പൊ നമ്മുടെ വയലറ്റ് കളറുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട്. കൊമ്പന്റെ കളറിന്റെ എന്തായിരുന്നു? യോഗട്ട്, ചോക്ലേറ്റ്. പിന്നെ ഒരെണ്ണം മതി ആയിരുന്നു. പ്രൊഡക്ഷൻ ടീം എല്ലാം കണ്ടറിഞ്ഞു ചെയ്യുന്നുണ്ട്. അയ്യോ, എന്തോ പ്രണയത്തിലാണോ? കണ്ണും കണ്ണൊക്കെ അല്ലേ? അന്നാണെന്ന് പറഞ്ഞ് തിന്ന്. ഇത് വഴുതനങ്ങല്ല, ഇത് ബ്രിഞ്ചാൾ. വഴുതനങ്ങ മറ്റേ നീട്ടത്തില് മറ്റേ സാധനം ഞാൻ കണ്ടല്ലോ. ഇമോജി കിടക്കണ വഴുതനങ്ങ നീ കണ്ടല്ലോ? ഞാൻ കണ്ടിട്ടില്ല. രണ്ട് ടൈപ്പ് സാധനമുണ്ട്. ഇത് ചെറുതാണ്. ഷേപ്പ് മാറിയതാ. ചെറുത് കിട്ടിയാൽ സന്തോഷിക്കല്ലോ. എല്ലാവർക്കും ഒരു ഷേപ്പ് ആവണമെന്നില്ലല്ലോ, ചിലവർക്ക് വേറെ ഷേപ്പ് ഉണ്ടല്ലോ. ഗൈസ്, അപ്പൊ നമ്മുടെ കള്ളനിൽ തുടങ്ങാം. കൊമ്പൻ അവിടെ നിൽക്കട്ടെ. കൊമ്പന് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇതൊക്കെ പൊളിച്ചുപോയി. ഓ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കള്ളാണെന്നെ നക്കാൻ തന്നില്ലേ? ചാലഞ്ച് ഒന്നും ചാലഞ്ചാണ്. ഇവിടെ ഷെയർ ചെയ്യണ പരിപാടി. ഷെയർ യോഗട്ടല്ല, ബ്ലൂബെറി യോഗട്ടാണ്. പറയും, പക്ഷെ തരൂല. എന്തിനു ഇത് ഇളക്കണ്ട കാര്യമൊന്നുമില്ല. ഇളക്കിക്കോട്ടറാ, അവന്റെ സാധനം. കൊള്ളാല്ലേ? എന്താ കള്ള ഒരു പിടുത്തം? ഇഷ്ടപ്പെട്ടില്ലേ? തിന്നിട്ട് പോയാ മതി. ഞാൻ ആദ്യമായിട്ടാ കഴിക്കുന്ന യോഗട്ട്. സത്യം പറഞ്ഞു, ആൽമണ്ട് ഫ്ലേവർ. ഇത് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ തരാം. അയ്യേ പറ്റിച്ചേ. എല്ലാം കണ്ടിങ്ങനെ നിക്കണല്ലോ. അത് ശരിയല്ലേ? തൊലിക്കെട്ടി. രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും വയറുവേദന ഇയാള് കാരണം. കമ്മ്യൂണിറ്റി പോസ്റ്റിലെങ്കിലും എന്നെ ജയിപ്പിക്കണം ഈ ചലഞ്ചിൽ. വേറെ വല്ലതും ഇവിടെ തിന്നാലും അവിടെ ജയിക്കും. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇല്ല. ഗൈസ്, നമ്മളെ ഒട്ടുമിക്ക ചാലഞ്ചിലും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ആരാണ് വിന്നർ എന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങൾ ഇടലുണ്ട്. സോ ചെക്ക് ചെയ്യാത്തൊരു ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. അതെങ്ങനെയാ? പുള്ളി കള്ളക്കളി കളിക്കുമ്പോൾ വോട്ടിംഗ് വേണം പറയുന്നത് വേറെ വല്ലതും. കടിക്കാൻ പറ്റത്തില്ല. കത്തിട്ടോ കൊമ്പനും ബ്രിഞ്ചാണ് കടിക്കാൻ പറ്റില്ലെന്നോ? എടാ, നിന്റെ വില പോകും. പിള്ളേരെ നിന്നെ കുറിച്ച് കണ്ടോട്ടെ, കുറച്ച് സൈഡ് കടിച്ചെടുക്ക്. കടിച്ചു നീ എന്തിനാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ തിന്നാൻ പറഞ്ഞത് തന്നെ? തെരഞ്ഞെടുത്തു ഞാനല്ലോ. ഞാനാ അവസാനം ഇതെന്താ ഉള്ളില് പുഴുവാ? അങ്ങനെയാണ്. അതല്ലോ എടാ, പുഴു കണ്ണിനല്ല. കണ്ണടച്ചങ്ങ് തിന്നടാ. തൊലി കൊടുക്കുന്നുണ്ട്. പിന്നെ നീ കവറെടുക്കുന്നില്ല. എടാ, ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ട്. അവന് മാങ്ങയാ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അരിയൊക്കെ കിടക്കുന്നു, കോരിക്കരിക്കും. എടാ, ഇതൊക്കെ അതിന്റെ 5% ഇപ്പൊ തിന്നുള്ളൂ. ബാക്കി 95% ഇരിക്കുന്നുണ്ട്.
ഫൗൾ കൊമ്പൻ ഇൻ ദ കമന്റ് ഗൈസ്. നിങ്ങൾ കമന്റിൽ ഇതൊക്കെ കമന്റ് ചെയ്യണം ഗൈസ്. ഈ കൊമ്പൻ കാണുന്ന ഫൗളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഒന്ന് നോക്കട്ടെ കാണിച്ചു അങ്ങോട്ട് കാണിച്ചാണ് പൊളിക്കണം കൊമ്പ. ഇപ്പൊ മനസ്സിലായോ കമന്റ് പോസ്റ്റിൽ എന്താ വോട്ട് ഇട്ടാ കള്ളക്കളി കളിച്ചാൽ വോട്ട് ഇട്ടൂലേ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലോട്ട് ഗൈസ്. അടുത്തത് ഗൈസ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വെക്കാൻ പോകുന്ന കളർ ഏതാന്ന് വെച്ചാണ് ഓറഞ്ച്. ഗൈസ്, അപ്പൊ എന്റെ കയ്യിൽ ഓറഞ്ച്, എന്റെ കയ്യിൽ ഓറഞ്ച്, എന്റെ കയ്യിൽ ഓറഞ്ച് ഗൈസ്. ഓക്കെ, നമ്മുടെ ഓറഞ്ചിലെ ഐറ്റംസിന് അവിടെ ഇതെങ്കിലും എനിക്ക് ആദ്യം എടുക്കാൻ തരും. ഗൈസ് ഒക്കെ കൊമ്പൻ ആദ്യം എടുത്ത്. അപ്പൊ കൊമ്പൻ തന്നെ ആദ്യം ഇറക്കട്ടെ, കൊമ്പൻ തന്നെ ആദ്യം ഇറക്കട്ടെ. അല്ല, ഞാൻ നടുക്ക് തുറക്കുന്നുള്ളൂ. ഞാൻ ഏതൊരു അറ്റത്ത് തുറക്കുമ്പോഴേക്കും ഇതന്നെ ആദ്യം തുറക്കണം. എന്താണ് മിറണ്ട. മിറണ്ട? ഓ ഗൈസ്, ഓറഞ്ച് കളറിൽ വെച്ച് മിറണ്ട. ഏതോ ഒന്നാണ് തുറക്കാനുണ്ട്. അല്ല, കുഴപ്പമില്ല, അത് പിന്നെ പണിയായി. എടാ ഓറഞ്ച് ഓറഞ്ചാ? അങ്ങനെ വരെ വഴിയില്ല ഗൈസ്. മൂന്നും നല്ല സാധനവും. മിറണ്ടക്കകത്ത് വല്ല ഉപ്പൂട് നീ എന്നെ ബർഗർ കഴിച്ചോ? എന്തെങ്കിലും വെക്കാൻ പറ്റുള്ളൂ. യോ ഗൈസ്, അപ്പൊ നമ്മുടെ ഓറഞ്ച് വെച്ചിട്ടുള്ള ആ 3 ഫുഡ്. ഓറഞ്ച് വെച്ചിട്ടുള്ള ഓ വെച്ചിട്ടുള്ള ഓറഞ്ച് ഓറഞ്ച് കളറ്. അണ്ണനിപ്പോൾ മറ്റേ ഏറ്റവും ചാലഞ്ചിൽ അവിടെ ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, എടാ വേറെ കാര്യമുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പറഞ്ഞു. നമ്മുടെ ചാനലിൽ 600K സബ്സ്ക്രൈബേഴ്സ് ആയി. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാൽ ആരാദ്യം തുടങ്ങുന്നു? ഞാൻ തുടങ്ങിയേക്കാം. ഓ നല്ല സാധനം കിട്ടിയപ്പോ എന്തൊരു ഉത്സാഹം. ഫുള്ള് കുടിക്കണം. നോക്കിയൊക്കെ കുടിക്കേ. അവസാനം അടിയിൽ ഒച്ച കിടക്കണം അത്രേ. അടിയിലേക്ക് നോക്കി കുടിച്ചോ. ഇത് ഓറഞ്ച് എനിക്ക് ഡൗട്ട്. ഇനി ഗൈസ് അടുത്തത് നമ്മുടെ കള്ളനാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ബർഗർ ലാസ്റ്റ് കഴിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇത് പേസ്റ്റും ആ പിന്നെ പിന്നെ അതിലാവും തുറന്നോക്കാന്ന് പറ്റത്തില്ല. ഡയറക്റ്റ് കഴിക്കണം. എന്തോ ഉണ്ട്, അതുകൊണ്ടല്ല തിന്നാൻ തന്നതില്ലേ? അല്ല അതുകൊണ്ടല്ല എല്ലാം നല്ല സാധനങ്ങൾ തീറ്റിക്കാടെ തന്നെയൊക്കെ. അല്ല അതുകൊണ്ടല്ല അവസാനത്തേക്ക് വെച്ചത് അവനെ. കഴിച്ച പുള്ളി ഞാൻ അപ്പഴേ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ട് ബർഗർ തടാന്ന്. ചാലഞ്ചാണ് കിട്ടിയത്. ചാലഞ്ചാണ്. എല്ലാ കണ്ണുകളും ബക്രീലോട്ട് നോക്കാൻ പോകുന്നില്ല. വല്ലാണ്ട് നോക്കണ്ടത്. എല്ലാരും എന്നയിലേക്ക് സൈലന്റ് ആവണേ. ഏതാ പേസ്റ്റ്? കോൾക്കറ്റ, സെവനപ്പ, കോളാസപ്പ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നുമില്ലേ? ഇട്ടുണ്ടാക്കി ബർഗർ ആണോ? അല്ലേ? അത്രയ്ക്ക് ടേസ്റ്റ് ഒരു പ്രശ്നമില്ല. ഇല്ല, അന്ന് പുള്ളി കഴിച്ചോ? ബർഗർ മാറിപ്പോയാൽ പിന്നെ രണ്ടാമത് അതേ പുള്ളി കഴിച്ചോ? ജാബിൽ എന്തിനാ ഇതൊക്കെ ഓർമ്മിപ്പിക്കണം? അന്നേ പുള്ളി കഴിക്ക്. ബണ്ണ് പഴയതത്ര. എക്സ്പയറി ഡേറ്റ് വരുന്ന 2 ബണ്ണ് വെച്ചേക്കുന്ന. അതിന് വെള്ളം ഇറക്കണ്ട, അത് പഴയ ബണ്ണാണ്. മണ്ട പിന്നെ നല്ല സാധനം കൊടുക്കുന്നു വിചാരിച്ചാ പഴയ ബണ്ണാത്. പക്രി ഇതിനകത്ത് വല്ല ഉണ്ടാ? നീ അഭിനയിക്കണേണോ? നീ അഭിനയിക്കണേണോ? അത് എന്തിനു അഭിനയിക്കുന്നത്? നല്ല സാധനമാണോ? ശരിക്കും നല്ല നല്ല സാധനമാണ്. സാധനമാണ്. അതെന്ത് പാവടാ അണ്ണന്. നമ്മുടെ വെള്ളത്തിൽ വല്ലതാണ് കളക്കി തന്നെ. യോ ഗൈസ്, അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ പോകുന്നത് ഏത് കളർ ആയിട്ടായിരിക്കും? എല്ലാരും യെല്ലോ ആയോ? യെല്ലോ അല്ല, എന്നാ പിടിച്ചോ ഗ്രീൻ. ഗൈസ്, അപ്പൊ ഈ റൗണ്ടിൽ നമ്മൾ ഗ്രീൻ ആണ്. സോ ഗ്രീൻ വെച്ചിട്ട് എന്തൊക്കെ 3 ഫുഡ് ആയിട്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. അൽഫാമിന്റെ പകുതി വരാം, എന്നെ ഇടിക്കുന്നു. കണ്ണൊക്കെ തല്ലി പൊട്ടിച്ചാണ്. അൽഫാമിന്റെ പകുതി എന്നെ ഇടിക്കും. അയ്യോ 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 കൺമണി അൻപോട് കാതലെല്ലാരെന്ന ചരിതമേ. പൊന്മണി
ഉൻ വീട്ടിൽ സൗഖ്യമാനെങ്ക് സൗഖ്യം ഗ്രീൻ കളറിലെ ഗ്രേപ്സ് അതിനോട് നമ്മുടെ എഡ്വിന് നമ്മുടെ അൽഫാമാണ്. അൽഫാം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിച്ച് ഇത് മറ്റേ അൽഫാമാണ്. ഏത് അൽഫാമാണ്? അതൊന്നല്ല, ഫാബ്രിക് പെയിന്റ് അടിച്ചാ ഇത് ഒരു കോഴിന്റെ ഫുൾ ഒരു കാണിക്കൂല നിങ്ങൾ ആരെയും. എന്റെ കണ്ണ് ചാലഞ്ചാണ്. ഷെയർ ചെയ്ത തല മൊട്ട അടിക്കുന്നില്ല കേട്ടല്ലോ. റൂൾസ് ആണ്. ചെറുക്കൻ്റെ അൽഫാമിൽ തൊടല. അൽഫാം കാണുമ്പോൾ തന്നെ വായു കുഴപ്പമില്ല, ചില്ലിയിട്ട് കള്ളന്റെ സൈഡിൽ നിന്ന് തിന്നു തുടങ്ങാം. കള്ളൻ ഞാൻ അസലി ചൂടത്തൊക്കെ തിന്നാൻ പറ്റുന്ന നല്ല കിട്ടില്ല. ഞാൻ ലാസ്റ്റ് ചെയ്യുന്നോളാം. എന്താന്നറിയില്ല, ഇങ്ങനെ മുഖത്തിങ്ങനെ അടിച്ച് കേറുന്നു. ചിക്കൻ ഈ ചിക്കനെ ഞാനൊന്ന് മാട്ടിച്ചു. ഇനി മുതൽ അടുത്ത ചാലഞ്ചിൽ നാളം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ കർമ്മ കർമ്മ എന്ന് പറയുന്നത്. ഇനി മേലെ ചാലഞ്ചിൽ കള്ളക്കളി കളിക്കരുത്. അതാകുമ്പോ ഇതുപോലെ എല്ലാവരും കിട്ടും കേട്ടല്ലോ. ഒരു കാര്യം പറയാം. ഓ ഗൈസ്, പച്ച കളറുള്ള എന്ത് പട്ടിയാ അതൊന്ന് തിന്നോ? മാറൊക്കെ വല്ലേ സത്യം. സഹായിക്കണം. ഓ സ്വർഗം മാമ സ്വർഗം. ഒരു രക്ഷയില്ല. കട്ട് ചെയ്യാമോ? ഓൺലി ബാർബറി. ഭയങ്കര ടേസ്റ്റ്. ഇത് പറഞ്ഞറിയാൻ ഇങ്ങനെ പറഞ്ഞറിയിക്കും ഈ ടേസ്റ്റ്. ആണോ? എന്നാ കുറച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അത്രക്ക് ഇതാണെങ്കിൽ നമുക്ക് വൈകിട്ട് ഹോസ്പിറ്റലിൽ പോവാം. എനിക്കൊരു കുരുവില്ല. ചിരിക്കാൻ പറ്റൂല, ചിരി തുടങ്ങിയാ പിന്നെ നിർത്താൻ പറ്റൂല എന്ന് പറഞ്ഞത്. 2 കുപ്പി വെള്ളം കൊണ്ടുപോയി. കമന്റ് ചെയ്യാ, ഇങ്ങനെയൊക്കെ തിന്നുന്ന സമയത്ത് വരുന്ന സമയത്ത് ഞാൻ തിന്നാൽ പ്രശ്നമുണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാ. ഇവ പറയുന്ന കാര്യമാണ്, ബുദ്ധിമുട്ട് പറഞ്ഞ കാര്യമാണ്. എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമുള്ളത് മതി. അല്ല, തിന്നുവാണെങ്കിൽ എല്ലാവരും തിന്നണം. ഇല്ലെങ്കിൽ തിന്നാൻ സമയത്ത് ഒരു പീസ് എടുത്തു തിന്നോണ്ടിരിക്കുന്നത്. ഇതിനെന്ത് പണിഷ്മെന്റ് കൊടുക്കണം? 5 മുളക് തിന്നിട്ട് നമ്മൾ അടുത്ത റൗണ്ടിൽ. ഞാനേ റെറ്റില് ഒരു ഇതിങ്ങനെ താടാ. അതുകൊണ്ട് നിനക്ക് ഇത് ഗ്രീൻ ചില്ലി മറ്റേത് റെഡ് ചില്ലി വ്യത്യാസമുണ്ട്. ഞാൻ തന്നിട്ടില്ല. അത്യാവശ്യത്തിൽ എരിവായിലുണ്ട്. ഇത് ഞാൻ തിന്ന എങ്ങനെ വായം കൊണ്ട് അങ്ങനെ അത് 2 കുപ്പി വെള്ളം എടുത്തായിരുന്നാ താങ്ങി. എന്തിനാ ആദ്യം തിന്ന് ആദ്യം തിന്നെ എന്നിട്ട് വെള്ളം. നമ്മൾ ആലോചിക്കട്ടെ വെള്ളം വേണോ. ഒരു സൈഡിലങ്ങ് വെച്ച് കടിച്ച് അങ്ങ് ചങ്ങ് ചക്ക പെട്ടെന്ന് ആ പീസ് കൂടി തിന്ന്, പെട്ടെന്ന് ആ പീസ് അടുത്ത എരി വരുന്ന ആ പീസ് കൂടി തിന്ന്. അങ്ങനെ ചെയ്യണ്ട, പെട്ടെന്ന് തിന്ന് പകുതി എരിഞ്ഞോണ്ടിരിക്കും. പെട്ടെന്ന് സമയം കളയാണ്ട് പെട്ടെന്ന് ഉള്ള എരിവില് പെട്ടെന്ന് തീർക്കുക. ഇങ്ങനെയാണ് മുളക് തിന്ന്, അല്ലാണ്ട് ഒരു കടി അടിച്ച് ആലോചിക്കരുത്. തിന്നുമ്പോ മൊത്തത്തിൽ തിന്നാം. ഇത് കൂടി തിന്നെ, അടുത്ത എരി വരുന്ന മുതലെടുക്കണ സജിയെ ഒരു മുളകോട് ഇത് ഏത് അമ്മൂമ്മയാ? ആ വളം കൂടി അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചില് ലാസ്റ്റത്തെ റൗണ്ടിലോട്ടാണ് നമ്മൾ കിടന്നിട്ടുള്ളത്. പക്ഷേ ഇവർ പ്രാവശ്യം ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഫുഡ് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാന്ന് മനസ്സിലായല്ലോ. ഇതെന്താ? ക്യാപ്സിക്കം. നീ എന്താ മുണ്ടാണ്ടിരിക്കുന്നത്? വേറൊരു കാര്യം, ഇതില് കൊമ്പൻ ക്യാപ്സിക്കം കിട്ടിക്കഴിഞ്ഞാ ഹാട്രിക്, മുളക് ഹാട്രിക്. ഞാൻ സമ്മതിച്ചതിരുന്ന് ഈ ചലഞ്ച് ഞാനല്ല, നിങ്ങളാ ജയിച്ചേ. സത്യം. മൊത്തം എല്ലാം ആയതുകൊണ്ട് കാഴ്ച അപ്പൊ യെല്ലോ കളറാണ്. അപ്പൊ എന്റെ കയ്യിൽ ഇതാ നമ്മുടെ ഫുഡിന്റെ ഐറ്റംസ് ഉണ്ട് ഇതില്. അപ്പൊ ഞാനിത് ഇടുവാണ്. റെഡി അല്ലേ? ഇത് ഇങ്ങോട്ട് വെക്കാം, അല്ലെങ്കിൽ ഇടുന്ന നിങ്ങൾ പെറുക്കുന്നത് കാണൂല. അതിനാണ് കൊമ്പനാന്ന് തുറക്കും. കൊമ്പൻ ആദ്യം തുറക്കും. സ്ലോ മോഷൻ തുറക്കരുത്. അടിക്കാണ്ടല്ല. ഞാൻ മാറ്റുന്നില്ല, ഇല്ല എന്നില്ല മാത്രമേ ഉള്ളൂ.
ഇങ്ങനെ ഒരു മനുഷ്യൻ പോട്ടെ പോട്ടെ എന്താണ് എന്താണ് അതിൽ പിടിക്കുക ഇതാണ് ക്യാപ്സിക്കത്തി പഴമാണ് നീ ഏത് കിട്ടിയാലും കുഴപ്പമില്ല. ചിരിപ്പിക്കല്ലേ ആ ചിരി ഒന്ന് നിർത്തിയുള്ളൂ ചാറ്റ് ഗൈസ് കമന്റ് മുളവിനൊക്കെ മടുത്ത് തുടങ്ങി. ബനാന നമ്മുടെ റയർ സാധനം നമ്മുടെ ചിക്കനിന്റെ ലെഗ് പീസ് ഫ്രൈഡ് ചിക്കൻ അയ്യോ ഗൈസ് ആദ്യം നമ്മുടെ എഡ്വിൻ ബിസിബി പഴം തൊഴിച്ച് നല്ല അടിപൊളി ചൂട് പഴം ചൂടല്ല തണുത്തല്ലേ ഹോട്ടായിട്ടുള്ള പഴം തണുത്ത് തണുത്തോ കഴിയണം ഒന്ന് അവിടെ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഞാൻ പെട്ടെന്ന് കഴിച്ചാ വീണ്ടും ഇപ്പൊ റെസ്റ്റ് പോലും ഇല്ലാത്ത കഴിച്ച് എടാ, പച്ചപ്പഴം പതിയെ കഴിച്ചാൽ നിനക്ക് അത്ര താമസിച്ച് കഴിച്ചാൽ മതി. നിങ്ങള് തിന്നെ എന്ത് ആരോഗ്യമില്ലാത്ത ജില്ല ജില്ല തിന്നേ. എന്റെ മോനെ പഴത്തിന്റെ ആ ഒരു ടേസ്റ്റ് ഓ പിന്നെ ഭയങ്കര ടേസ്റ്റില്ല പഴത്തിന്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇല്ല, മുളവില ടേസ്റ്റ്. അതെ ക്യാപ്സിക്കാനും ടേസ്റ്റ് ഉണ്ട്. അത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഓറഞ്ച് അല്ലേ ഇത്? അതെ, ഓറഞ്ച് പറയുന്നത് എന്താ ഇത് പറയുക? മാറ്റാല്ലേ ഇത്? ആരും മാറ്റാ. പൊട്ടാതെ മുളകാണ് ഫ്രൂട്ടി എടുത്തേ. ഫ്രൂട്ടിയാ ഇല്ലേ? മഞ്ഞ കളറിൽ ഫ്രൂട്ടി ഒക്കെ മേടിച്ചാൽ മതി. ഇത് എടാ, ഇത് ഫ്രൂട്ട് ചോപ്പാ. അടിച്ചു തരാനാടാ. ഇത് ഇവിടെ ഓറഞ്ചാണ്. ഒന്നും പറഞ്ഞു കേട്ടോ അതില് കളകളി നീ മഞ്ഞുള്ള ഭാഗം മാത്രം തിന്നോ. ഓറഞ്ചുള്ള ഭാഗത്തിട്ടാ മഞ്ഞ മാത്രം. എങ്ങനെ പോയാലും ഊക്ക് വാങ്ങും ഓണച്ചോ ഇപ്പൊ താഴെ പോടല്ലേ. മറ്റേ ചോട്ട മുംബൈയില് മറ്റേ മോഹൻലാൽ ആരാണ് മറ്റേ സിദ്ദീഖല്ലേ അങ്ങനെ പിടിച്ച് പിടിച്ച് ഒറ്റ താഴെ ഇടല് എനിക്കിഷ്ടല്ല അതൊന്നും. ഇപ്പൊ അതല്ലേ പറയാൻ പറ്റൂ ഒരു പ്ലേറ്റ് തരുമോ എനിക്ക് Plate വേണോ? വെക്കാനായിട്ട്? അല്ല വേണ്ട, ഞാൻ ഇതിലിട്ടോളാം. നമ്മുടെ പ്ലേറ്റ് നമ്മള് നമ്മുടെ പ്ലേറ്റാ നിന്റെ പ്ലേറ്റ് ഇതാണ് അതോ അവന്റെ പ്ലേറ്റാ ഇതെന്താ ഇത് പുതിയ സാധനം ചിക്കൻ ബനാന. ചിക്കൻ ഓ കൊമ്പാ എന്തൊക്കെ കിട്ടി നല്ല ഇന്ന് ഉള്ള നല്ലതല്ല എനിക്ക് പണിയൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലല്ലേ സാധനം പോലും നല്ല ചീത്ത കിട്ടിയില്ല നിനക്ക് എത്ര കിട്ടി Guys, അവള് കള്ളല് വല്ലപ്പോഴും ചാലില്ല അവള് പക്ഷെ വന്നു കഴിഞ്ഞാ നല്ലതോ ഒത്ത കള്ളം കൊണ്ടു ഇല്ല നല്ലത്. നല്ലതോ എന്ത് വഴം നല്ലതാ ആരോഗ്യത്തിന് ആരും ഇത് പൊടി വാരി തിന്നാടാ പോട്ട്. അതൊരു കിട്ടാത്തവരാ. ഈ പഴം എടുക്കാവോ? ഇതൊക്കെ കഴിക്കണ സാധനല്ലടാ. പിന്നെ വലിച്ചെറിയുന്ന സാധനം വാങ്ങിട്ട് ആൾക്കാര് പൈസ എടുത്ത് വാങ്ങിട്ട് വലിച്ചെറിയുന്ന സാധനം ബർഗറിൽ കിടുകിടാന്ന് പറഞ്ഞ് തിന്നുമല്ലോ ഇതോ? ആ ഇതൊക്കെ ബർഗറിലിടും ബർഗറിലിടുവോ? എന്റെ ബർഗറിൽ ഉണ്ടായിരുന്നില്ലേ? എരിവില്ല. ഇത് ബർഗറാ അറിയോ ക്യാപ്സിക്കത്തിന് എരിവില്ല. ഒന്ന് വെച്ച് കഴിച്ചു സീരിയസ്ലി എരിവില്ല. എടത് എരിവില്ലാത്ത മുളകാണ് ചെറുപ്പിക്കല്ലേ കണ്ണിത്തെറിക്കല്ലേ കേട്ടോ എരി. ഇതില് കുരുവൊന്നുമില്ല എടാ ഇന്ന് ആരാ പറഞ്ഞ എരിവില്ല? നിന്നെ മണം തന്നെ അടിക്കുമ്പോ അറിയാലോടാ തണ്ണിമത്തന്റെ ചെറുതാ, നീ തിന്നി. മറ്റേ തന്നെ കൊയ്യുവാ. മത്തങ്ങ കണ്ടിട്ടുണ്ടോ? എന്റെടാ ഇത് എരിവുള്ള സാധനം. ഞാൻ തിന്നോക്ക് എന്നാലല്ലേ എരിവുണ്ടല്ലോ അറിയുള്ളൂ തൊലി ഫുള്ള് ഞാനൊരു കാര്യം പറയട്ടെ, പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവ് കൊടുക്ക് വയറ്റിൽ ഇപ്പൊ തന്നെ ഗുളുകുളു കേൾക്കുന്നുണ്ട്. കേക്കട്ടെ. കടിച്ച് തിന്നി. അങ്ങ് തിന്നു കൊമ്പ ബർഗർ അതെന്താ ബർഗറോ ബർഗറാന്ന് വിചാരിച്ച് തിന്നോ? ഇല്ല പല്ല് പൊട്ടിപ്പോയോ കടിച്ച് തിന്നി. എരിവില്ല എരിവില്ല അഭിനയിക്കണ്ട എരിവില്ല എന്ത് ചത്തോ? അപ്പൊ കുറച്ചുകൂടി നിന്നാ എരിവില്ല എനിക്കറിയാം. എരിവില്ല 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 ഇല്ല എരിവില്ല. ഇപ്പൊ എരിവൊന്നുമില്ല ബാക്കി വെള്ളം ഇറങ്ങിയിട്ടാ ഞാൻ എന്റെ തൊലിയല്ല തൊലി പിന്നെ ഇത് അങ്ങനത്തെ തിന്ന സാധനം തുപ്പാനൊന്നും പറ്റൂല. പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാം നിന്നിട്ട് തുപ്പിക്കളയാൻ ഇത് കമന്റ് ബോക്സ് കൊമ്പം ഭരിക്കും ഒരിക്കലായിരിക്കും കുമ്പച്ചൻ മരിക്കത്തില്ല, മരിക്കും. കെട്ടിത്തൂക്കിയിടാ. തൊലി തിന്നുമ്പോ ഉള്ളിൽ ഇറങ്ങിയല്ല ഓടുവാ. തൊലി മാത്രം. ഫുള്ള് കടിക്കും. കഴിക്കണം. തൊലി ഫുള്ള് കഴിക്കും. അണ്ണൻ ആ അണ്ണൻ അണ്ണൻ ആവില്ല അവിടെ ചാലഞ്ചാണ് ആ കഴിക്കും. കഴിക്ക് കൊമ്പാച്ച. അവന്റെ സാധനങ്ങൾ കൊണ്ടുവന്നൊക്കെ പോയാ ഫുള്ള് തിന്ന് വീഡിയോ തിന്ന് കൊമ്പാച്ച. ഇവിടെ കിടക്കാൻ പോകുന്നില്ല. തിന്ന് തിന്ന് പ്ലീസ്. നമ്മുടെ ഫാൻസിന് വേണ്ടി നമ്മൾ തിന്നണം. കൊമ്പാച്ചന് പൊളിച്ചതാ അൻപയ്ക്കകത്ത് ചേട്ടാന്ന് വിളിക്കുന്ന പോലെ കുറെ ഓഡിയൻസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. പറ്റൂലെങ്കിൽ ഇത് ആണത്തോല്ലെങ്കിൽ എനിക്കിതിന് ആണത്തില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ നീ കഴിക്കണം എന്നാ കഴിക്കാം ഞാൻ കൊടുത്തല്ലോ നിനക്കെന്താ പെണ്ണാണെങ്കിൽ താ എന്നാ നീ കഴിക്കാം പെണ്ണാണെങ്കിൽ താ ഞാൻ കഴിക്കാം നീ ആളാണ് തിന്നണ അയ്യോ പച്ചമുളക് കിട്ടാമോ പച്ചമുളക് കിട്ടുമോ എന്തിന് അതും കൂടെ കൊടുക്കാം ആളാ കൊടുക്കാം കൂളായിട്ട് തിന്നു അത്രേ ഉള്ളൂ കൊമ്പൻ പെണ്ണ് ബക്രി ആണ് കമന്റ് ഗൈസ് എരിവില്ലെന്ന് അഭിനയിക്കണേ ഫുള്ള് പൗളല്ലേ ഞാൻ ഫുള്ള് പൗളാ ഇത്രയും ഞാൻ കഴിച്ചു പിന്നെ എന്തൊരു ഇതിനകത്ത് എരിവില്ലേ എരിവില്ല സാധനം ഒന്നും കഴിക്കാത്ത ഇത്ര കഴിക്കാൻ പോലെ ഫുള്ള് കഴിക്കാം ഒന്നേകാലം കഴിച്ചല്ലോ കേട്ടോ 1:15 അതൊന്നും സമയം വെളുത്തുള്ളി തിരിച്ചു വെളുത്തുള്ളി പുള്ളി ഇങ്ങനെയാണെങ്കിൽ പല മുളക് എടുക്കേണ്ടി ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കിടില ചാലഞ്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങളുടെ അടുത്ത ചാലഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പൊ അടുത്തൊരു കിടില വീഡിയോയിൽ കാണാം.